എന്തോ ആലോചിച്ചോണ്ട് നിക്കുവാ. അതെ, ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു എന്ന് വിചാരിച്ചേ കയ്യിലെ വളയൊന്നും ഊരി പോകത്തില്ല. അയ്യടാ വന്നിരിക്കുന്നു. എന്താ പേര്? അവൻ പൊട്ടനാ. അയ്യേ പൊട്ടനാ. എന്തത് ആനൂട്ടോ? ലക്ഷ്മി ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് എത്തിയോ? അങ്ങോട്ട് ഇരിക്ക്. ഞാൻ ഇത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? ഭക്ഷണത്തിന്റെ ഉള്ളിലേ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇതിനാരാടിയിരിക്കുക? ഒന്നും പറയണ്ട, ഇവിടെ ഇരുന്ന് എല്ലാം കഴിച്ചിട്ട് പോയാ മതി. 2 ദിവസമായിട്ടേ ഭക്ഷണം തീരെ കഴിക്കണില്ല. ഞാനിതൊന്നും അറിയുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ഇരുന്നോ കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. ആദിത്യ, ഇത് വെറും കോഴിമുട്ടകളല്ല, അനുരാഗ മുട്ടകളാണ്. ദൈവത്താണ് ഈ മുട്ടയൊന്നും ആന്റണി ഇട്ടതല്ലെന്നറിയാം. ആദിത്യ, 2 പേർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കിതങ്ങ് നടത്തി കൊടുക്കാം അല്ലേ? കൊടുക്കണം, കൊടുക്കുന്നുണ്ട്. കോഴിമുട്ടയിൽ കൂടോത്രമെന്ന് കേട്ടിട്ടുണ്ട്, മുട്ടയിൽ പ്രേമം ആദ്യമായിട്ടാ. കഴിച്ചു കൃഷ്ണ, ഇങ്ങനെയാ പല തറവാടുകളും നശിച്ചത്. നമസ്തേ. ആദിത്യന്റെ ഒരു അകന്ന ബന്ധു കൂടിയാണെന്ന് ഇവനിപ്പൊ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. തന്നെ കൊണ്ട് അധികം പണികൾ ചെയ്യിക്കണ്ട എന്ന റെക്കമെൻഡുമായിട്ട് വന്നിരിക്കുകയാണ് ഇയാൾ. മാനേജർ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നു മുതൽ തറവാടിനുള്ളിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാ മതി. എന്താടോ പോരെ? മോനെ ആദി, അപ്പന് പറയാനുള്ളത് പറഞ്ഞു. എടാ, എനിക്ക് അവളായിട്ട് യാതൊരു വിധ ഇതില്ലാന്ന്. അപ്പൊ ആനണിച്ചന്റെ പാത്രത്തിൽ 8 മുട്ട എങ്ങനെ വന്നു? മുട്ട നിന്റെ തന്തടാ. അപ്പനെന്തിനാ ഇവന്റെ അടുത്ത് ചൂടാവണേ? വർമ്മ സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എടാ ആദി, വർമ്മ സാറിന് ഒരു സംശയം തോന്നിയതാവാം. നീ അപ്പം പറഞ്ഞ് വിശ്വസിക്കാൻ. മുട്ട എങ്ങനെ വന്നേ? എന്റെ അമ്മേ. മോനെ, ലക്ഷ്മി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. തെറ്റിദ്ധരിച്ചല്ലോ, മുട്ട സഹിതമല്ലേ പിടിച്ചത്. 2 3 ആണോ 8 മുട്ട? മോനെ, നീ അമ്മയൊന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പന്റെ പ്രേമം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സ്വന്തം മകനെ ഏർപ്പാടാക്കുന്ന ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു അപ്പൻ ലോകത്തെങ്ങും കാണില്ല. ഇത്രയും പ്രായപൂർത്തിയായ ഒരു അപ്പന് പറ്റിയ പണിയാണോ ഇതൊക്കെ? മോനെ ആദി, നീ എന്നെ ആദി പിടിപ്പിക്കരുത്. എല്ലാം പോട്ടെ, സ്നേഹിച്ച പുരുഷന്റെ കൂടെ സ്വന്തം കുടുംബം വരെ ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ച് എന്റെ അമ്മ ഇതെങ്ങനെ സഹിക്കും? എന്റെ പേടി അതല്ല, വീട്ടിൽ കാശ് കിട്ടാനുള്ളവർ വരുമ്പോ ലക്ഷ്മി അമ്മ പറയുമായിരുന്നു മരിച്ചു കളയുന്നു. ഇപ്പൊ ഇതും കൂടെ അറിയുമ്പോ ലക്ഷ്മി അമ്മ വല്ല അവിവേകവും. അയ്യോ മോനെ ആദി, പീതാംബര, നീ അവളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. നിനക്ക് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാലോ. എനിക്ക് ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് പോവാം. കാരണം ഞാൻ അവരുടെ മോനാണല്ലോ. ഞാനിവിടെ കാലുകുത്തിയ അപ്പം മുതൽ നിങ്ങളെല്ലാം കൂടെ എന്നെ ഊമയാക്കില്ലേ. ഇനിയിപ്പൊ ഞാൻ അവിടെ ചെന്ന് എന്ത് പറയാൻ? 8 മുട്ടയും തിന്നിട്ട് എന്നെ പൊട്ടനാക്കുന്നു. അമ്പട പൊട്ടാ. ഇനി ഇച്ചിരി പാട്ട് കേൾക്കാം. നിങ്ങൾ ഇതുവരെ കേട്ടത് കോഴിമുട്ടയുടെ പോഷക ഗുണങ്ങളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ്. ഇനി കോഴിമുട്ട കൊണ്ടുള്ള അയ്യോ, ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം ചേച്ചി. ഞാനൊന്ന് നടുനിവർത്തണമെങ്കിൽ പാതിരാ കഴിയും. കുഴപ്പമില്ല. ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വാടി. പെണ്ണിന്റെ കാര്യം.
എന്റെ പൊന്നേ. ഊതിഞ്ഞല്ല. എന്റെ മകൻ. ഏയ്, എന്തോരം ജോലിയാ. ചേച്ചി ബാത്റൂമിനടുത്തോടെ ആരോ ഓടി പോകുന്നുണ്ടോ? ആര്? ഏയ്, എവിടെ? അവിടുന്ന് ആരും ഉണ്ടാവില്ല. ഇവക്ക് വെറുതെ തോന്നിയതായിരിക്കും. ഒരു പേടിപ്പെണ്ണ്. നടക്കങ്ങോട്ട്. ചേച്ചി, അത് കഴിഞ്ഞാ കിടന്നോളൂ ട്ടോ. നടക്ക്. നടക്കാൻ പറയട്ടെ. ഇവിടെ എങ്ങും ആരും ഇല്ലെന്ന്. അങ്ങോട്ട് കേറി കുളിച്ചേ. പറയട്ടെ. കണ്ടതാ. ഇവിടെ ഒരു കാര്യം. ലക്ഷ്മി, 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 ഇവിടെ. വർമ്മ സാറ് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇന്ന് രാത്രി എന്നെ കാണാൻ വരുമെന്ന്. നീയും വർമ്മ സാറും കൂടി എന്നെ വറുത്ത് തിന്നടി. ഞാൻ അപ്പനാ. അപ്പനെന്താ ഇരുട്ടത്ത്? എന്തിയെ പേടിച്ചോ? ഇതല്ലാതെ അപ്പനിങ്ങനെ ഇരുട്ടത്ത് ഒന്ന് പല്ലടിച്ച് കാണിച്ചു കഴിഞ്ഞാ പിന്നെ ഇരുട്ട് വരെ പേടിച്ചു പോകൂലേ? ആദ്യേ അമ്മേനെ കാണാൻ അപ്പൻ അടുക്കള വഴിക്ക് ഒരു ശ്രമം നടത്തിയിടാ. എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല അവള്. മറ്റവള് നോക്കിയിട്ടുണ്ടാവുമല്ലോ. എന്റെ മോനെ. ഓ, ഓരോന്ന് വരുത്തി വെച്ചിട്ട് നിന്ന് മൂങ്ങുന്ന കണ്ടില്ലേ? അതെ, അവിടെ തന്നെ നിന്നോ. ഞാൻ അമ്മയൊന്ന് ചാക്കിട്ട് നോക്കാം. പിന്നെ ഈ ഇരുട്ടില് ചിരിക്കാതെ നിന്നോളണം. ഇതിലിരുട്ടേതാ അപ്പനേതാ? അത്രയ്ക്ക് കറുപ്പാണല്ലോ അപ്പന്. കറുപ്പ് നിന്റെ അപ്പനാടാ. ഇരുട്ടത്തപ്പ നീയൊക്കെ ഇരുട്ടി തപ്പൂടാ. അപ്പം വല്ല മോനായിരുന്നെങ്കിൽ രണ്ടടിയെങ്കിലും കൊടുക്കായിരുന്നു. ഇപ്പൊ അതും പറ്റില്ല. എടാ, പിള്ളേര് കുളിക്കുന്നത് അതിൽ പുറത്ത് തരണം. ഇന്നത്തോടെ നിർത്തി തരണം നിന്റെ മൊബൈൽ കൈ. നിക്കടാ. കുളിക്കുമ്പോ ഞാൻ അറിയാത്ത മൊബൈൽ ഫോണില് ക്യാമറയിൽ എന്നെ വിട. ഞാൻ പറയട്ടെ. എന്നെ വേണ്ട, ഒന്നും പറയണ്ട. എല്ലാരും ഉറങ്ങാൻ കിടന്നപ്പോ നീ ആരെ കാണാൻ അങ്ങോട്ട് പോയത്? അത് പിന്നെ മോളെ, അയ്യോ മാഡം, ഈ സാറല്ല, അവനാ ആ തോട്ടം നനയ്ക്കുന്ന പയ്യൻ. ഈ സാറ് വന്ന് പിടിച്ചപ്പോഴാ ഞാൻ പോലും കാര്യം അറിയുന്നത്. സാറേ, പിഴച്ച വഴിക്കൊന്നും പോവില്ലെന്ന് ആന്റണിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ആദ്യം സാറിനെ പരിചയപ്പെടുത്തിയത്. സാറിന്റെ മകൾ ഇവിടുത്തെ രാജകുമാരിയാണെങ്കിൽ ഈ നിൽക്കുന്നത് ഞങ്ങളുടെ രാജകുമാരനാ. എന്റെ മോള്. സാറത് കാര്യമാക്കണ്ട. സ്വന്തം നാട്ടുകാരന് തല്ല് കിട്ടിയപ്പോ ഇദ്ദേഹത്തിന് വേദനിച്ചിട്ടുണ്ടാവും. കുഞ്ഞുനാളിൽ ഒരുപാട് എടുത്തോണ്ട് നടന്നിട്ടുള്ളതാണേ. ആ സ്നേഹവും വാത്സല്യം കൊണ്ട് പറഞ്ഞതായിരിക്കും. പാവം. അതി, അന്നി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. തെറ്റുകാരി എന്റെ മോളാണ്. മോളെ, ഇന്ന് വരെ ഈ തറവാട്ടിൽ ഒരു പെണ്ണും ആണിനെ അടിച്ചിട്ടില്ല. മോള് ആദ്യോട് മാപ്പ് പറയാൻ. മാപ്പ് പറയാനുള്ള തെറ്റൊന്നും സാറിന്റെ മകള് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടാൽ ആരായാലും തല്ലിപ്പോവും.
മിന്നു മേഡത്തിന് അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധം. ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അബദ്ധം പറ്റിയവരോട് ക്ഷമിക്കുന്നിടത്താണ് നമ്മുടെ മനസ്സിന്റെ മഹത്വം നമ്മളെ കാണിക്കേണ്ടത്. ഗുഡ് നൈറ്റ്. ഇതുപോലൊരു മകന് ജന്മം നൽകിയ അച്ഛനും അമ്മയും സുഹൃതം ചെയ്തവരാണ്. ബ്ലൂടൂത്ത് ഓണായി. ഈശ്വര സാധനം കിട്ടണമേ. അതെ, ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കി. അതെന്റെ ഫോണിലേക്ക് അയച്ചാ എന്ത് ഒന്നും അറിഞ്ഞൂടാത്തോല. ആ കുളിസി അത് കഷ്ടപ്പെട്ട് പിടിച്ച പാവ നിർമ്മാതാവ് ജീവനും കൊണ്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരു അടി വാങ്ങിയിട്ടാണെങ്കിലും അതിന്റെ വിതരണാവകാശം ആദിത്യവർമ്മയ്ക്കാണല്ലോ. ഇനി അതിന്റെ സാറ്റലൈറ്റ് അവകാശം എനിക്ക് തന്നോളൂ. നീ പോ. അല്ലെങ്കിൽ വേണ്ട, എന്റെ ഈ ഹോം തിയേറ്ററിൽ ഒന്ന് റിലീസ് ചെയ്തൂടെ? ഒന്ന് പോടാ. ഞാനൊരു മൊബൈൽ തിയേറ്റർ ഉടമയാണ് കേട്ടാ. വേണ്ട, ഒരു കുളിസയും നിന്റെ കയ്യിലുണ്ടെന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കരുത്. വർഷങ്ങളായി ഷക്കീല പടം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ തിയേറ്ററാണിത്. തിയേറ്റർ ഉടമയോട് കളിച്ചാലേ വിതരണക്കാരൻ വിവരം അറിയും. വിവരം നിന്നെ പോവല്ല പറഞ്ഞ മനുഷ്യനോട് നിൽക്കുമ്പോ ഞാൻ അവസാനമായിട്ട് യാചിക്കുകയാണ്. ആ കുളിസി ഇതിലോട്ട് അയച്ചാടേ. എന്ത് തരൂല്ലേ? നീ തരണ്ടാ. നീ ഒറ്റയ്ക്ക് കണ്ട് മൃതി അടയടാ. ഇത് കിട്ടാത്തവന്റെ വിഷമം നിനക്കൊന്നും അറിയില്ലടാ. ഞാൻ ഇന്ന് എങ്ങനെ ഉറങ്ങുമെന്തോ. നിനക്കറിയോ, വിനാശകാലത്ത് ഏത് നല്ല തറവാട്ടിലും ഇതുപോലുള്ള അസുരവിത്തുക്കൾ വന്ന് ജനിക്കും. അതുകൊണ്ടാ ഞാൻ എന്റെ മോനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാത്തത്. കാണാനൊക്കെ സുന്ദരിയാ, പക്ഷേ മനസ്സ് രാക്ഷസിയുടെ. ഏട്ടത്തി പറയുന്നത് ശരിയാ. അവള് രാക്ഷസി തന്നെയാ, നിധി കാക്കുന്ന രാക്ഷസി. അവളെ വേണേ നമുക്ക് ഉപേക്ഷിക്കാം, പക്ഷെ ആ നിധിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. അതുകൊണ്ട് മാത്രമാ ഞാൻ എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നേ. എന്റെ ഭഗവാനെ, ഇതൊന്നും കാണാൻ ഇടവരുത്താതെ നീ നാത്തൂനെ നേരത്തെ വിളിച്ചത് എത്ര നന്നായി. ഒരമ്മയുടെ മനസ്സറിയാൻ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ വേണോ? ദാ വെച്ചോ. മോളുടെ അമ്മയ്ക്ക് മോളെ മനസ്സിലാവും. അമ്മമാർക്കേ മക്കളുടെ മനസ്സ് തിരിച്ചറിയാൻ പറ്റൂ. ആർക്കും ആരെയും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പ, കൂടെ നിൽക്കാനാ പ്രയാസം. പറയണത് ഇഷ്ടമാവുന്നില്ലെങ്കിൽ ഞാൻ പോവാം. എനിക്കെന്തോ കുട്ടിയെ ഓർത്തിട്ട് കിടന്നുറങ്ങാൻ തോന്നിയില്ല. നമ്മുടെ കണ്ണ് നിറയുമ്പോ സ്നേഹത്തോടെ കണ്ണീര് തുടച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ കണ്ണ് നിറഞ്ഞതിന്റെ കാരണം നമ്മൾ മറന്നുപോകും. പക്ഷെ അങ്ങനെ ഒരാളില്ലെങ്കിൽ അത് വല്ലാത്തൊരു ഒറ്റപ്പെടല. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കൊച്ചു തമ്പുരാട്ടിയുടെ പക്വത. സമയം കുറേയായി, മോള് കിടന്നു. നിങ്ങൾ കുടുംബസമേതം പ്രേമിക്കാൻ വന്നിരിക്കാ? ഇവന്റെ ദാ ഒരു മോഹം നടക്കാൻ പോണില്ല. അപ്പനെ പ്രേമിച്ച് കേട്ടാ ഇതാണ് കുഴപ്പം. അപ്പനും മകനും തമ്മിൽ വളരെ ഫ്രാങ്ക് ആണ്, ഫ്രണ്ട്സിനെ പോലെയാണെന്നൊക്കെ പറയുകയും ചെയ്യും. മക്കൾ ആരെങ്കിലും പ്രേമിച്ചു കഴിഞ്ഞാൽ അപ്പ തന്തമാരുടെ സ്വഭാവം അതുള്ളതാ. എടാ, ഇവനായിട്ട് വരുത്തി വെച്ച ഒരുപാട് കടങ്ങളുണ്ട് നാട്ടില്. അതെങ്ങനെങ്കിലും തീർക്കാൻ നോക്കണ്ട ഒരു മുടിഞ്ഞ പ്രേമായിട്ട് നടക്കാം. ശരിയാ. നാട്ടിലെ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല. അതുപോലെ തന്നെ മിന്നുവിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. അത് ന്യായം. എടാ, മിന്നു വർമ്മസാറിന്റെ ഒറ്റ മോളാ. നമ്മളെ വിശ്വസിച്ച് നമുക്കൊരു ജോലി തന്ന ആ വലിയ മനുഷ്യനോട് വിശ്വാസവഞ്ചന കാണിച്ചാ ദൈവം പോലും പൊറുക്കില്ല. നമ്മുടെ എല്ലാ സത്യങ്ങളും വർമ്മസാർ അറിഞ്ഞ എന്താവുന്ന നീ ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അവസാനമായിട്ട് പറയാ, മോനെ ഇന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ വർമ്മസാറിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് ലക്ഷ്മിയും കൂട്ടി അപ്പനെ ഇവിടെ ഇറങ്ങൂട്ടോ. എന്നാ നമുക്ക് കാണാം. എന്നാ കാണാടാ. സാമർത്ഥ്യം കുട്ടിക്കളിയാ, കുട്ടിക്കളി.
ഇവിടെ എല്ലാവർക്കും ലൈനായി. ഈ ഒരു ചെറിയ പോസ്റ്റിലേക്ക് ഒരു കണക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു KCB സബ്സ്റ്റേഷൻ തന്നെ തുടങ്ങായിരുന്നു. അതിവിടെയല്ല, അപ്പുറത്ത് അപ്പുറത്ത്. അത് പിന്നെ സോറി ചേട്ടാ, ചേട്ടനൊരു പൊട്ടനല്ലായിരുന്നെങ്കിൽ ഞാൻ ചേട്ടനെ തന്നെ കല്യാണം കഴിച്ചേനെ. ഞാൻ വെച്ചിട്ടുണ്ട്. എന്താടാ അവളോടൊരു കിന്നാരം? നീ എന്താ ആന്റണിച്ചിന് പഠിക്കുക? അയ്യേ, ഞാൻ അവൾ പോകാൻ കാത്തിരിക്കായിരുന്നു. മിന്നുവിന്റെ കാര്യം പറഞ്ഞ ആന്റണിച്ചിനും ആദ്യം വലിയ തർക്കത്തില. കൂട്ടുകാരെ പോലായിരുന്നു അപ്പനും മോനും. ഇപ്പൊ ആനപ്പാറയിലെ അച്ചമ്മ അഞ്ഞൂറാനേം പോലെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണോന്നാ നീ പറയുന്നേ? ലക്ഷ്മിയമ്മ ഒന്ന് സംസാരിച്ചാൽ എല്ലാം തീരും. അപ്പൊ ഇന്ന് രാത്രി 12 മണിക്ക് നമ്മുടെ കുടുംബ മീറ്റിംഗ്. സ്ഥലം നെല്ലിക്കൽ തറവാട്, ആന്റണിച്ചന്റെ മുറി. എന്നേക്കാൾ നന്നായിട്ട് മിന്നുവിനെ അമ്മയ്ക്കറിയാലോ. എന്നിട്ടും അപ്പം വേണ്ടാത്ത പിടിവാശിയാ. അമ്മ തന്നെ അപ്പനോട് സംസാരിക്കും. ഇക്കാര്യത്തിൽ അപ്പനത് ഒറ്റ അഭിപ്രായമുള്ളൂ. അത് നടക്കില്ല, സമ്മതിക്കില്ല. അപ്പം വാശിയിലാണെങ്കിലേ ഞാനും വാശി. ലക്ഷ്മി, നീ അവനൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഇവനെയല്ലേ പഠിപ്പിക്കേണ്ടത്? എന്തായാലും എന്റെ മോൻ കൊട്ടാരത്തിലെ അടിച്ചു കളിക്കാരുടെ പിന്നാലെ ഒന്നും പോയില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് അതൊന്നും ചോദിക്കാനല്ല, എല്ലാം എനിക്കറിയാം. നിനക്ക് എന്തറിയാന്നാ? അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നെ കുറിച്ച് ചിലത് പറയാണ്ട്. എന്താ നിനക്ക് എന്നെ പറ്റി പറയാനുള്ളത്? കൊട്ടാരത്തിനകത്ത് ചായ കൊടുക്കലും മിന്നൂനൊരിക്കലും പ്രാർത്ഥനയും ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതെല്ലാം ഞാനായിട്ട് അങ്ങനെ ക്ഷമിക്കാം. അങ്ങനെ നിങ്ങളുടെ പ്രശ്നം പിന്നെ പരിഹരിക്കാം. ഏജ് ഓവർ കേസല്ലേ. പക്ഷെ ആദ്യയുടെ കാര്യത്തിൽ അമ്മയുടെ അഭിപ്രായം എന്താ? എന്റെ തീരുമാനം തന്നെ അവളുടെയും. അല്ല, എനിക്കും ആ കുട്ടിയെ ഇഷ്ടം. മതി, എനിക്ക് അമ്മയുടെ സപ്പോർട്ടിനായ. അതന്നെ. ഇവരെന്തു പറഞ്ഞാലും പിന്നാകെ നീണ്ടല്ലോ. അങ്ങനെ ഇവന്റെ താളത്തിനൊത്ത് തുള്ളിയന്റെ ഫല നമ്മളിപ്പോ അനുഭവിക്കണേ. ആ ഒറ്റ കാരണം കൊണ്ട് എവിടെ വരെ എത്തിയത് അത് അമ്മയും മോനും മറക്കണ്ട. എന്റെ ലക്ഷ്മി നമ്മുടെ മകനാണ് ഇവനെന്ന് ഈ തറവാട്ടിൽ അറിഞ്ഞാൽ അവർ ഈ ബന്ധത്തിന് സമ്മതിക്കുന്നത് തോന്നുന്നുണ്ടോ നിനക്ക്? ലക്ഷ്മി അമ്മയുടെ മകനാണ് ആദ്യം എന്നറിഞ്ഞാൽ ഒരുപക്ഷെ വർമ്മസാരി കല്യാണത്തിന് സമ്മതിച്ചേക്കും. പക്ഷെ ആന്റണിച്ചനാണ് അച്ഛനെന്നറിഞ്ഞാൽ അപ്പനെ സാറിന് വലിയ കാര്യമൊക്കെ തന്നെയാ. പക്ഷെ ആന്റണിച്ചൻ ഇപ്പോഴും ഭക്ഷണം പിന്നാമ്പുറത്താ. പിന്നെ ആന്റണിച്ചൻ ഒരു വെളുത്ത ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ നമുക്കൊരു പൊണൂലൊക്കെ അങ്ങനെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അതൊന്നും എനിക്കറിയില്ല. എന്റെ മോന് ചേരുന്ന കുട്ടിയാ മിന്നു. ഓഹോ, നിന്റെ മോൻ. അപ്പൊ ഇവൻ എന്റെ ആരുമല്ല. മിന്നു ഉണർന്ന എന്നെ തിരക്കും. പീതാംബര, ഇപ്പൊ അമ്മയും മകനും ഒറ്റക്കെട്ടായി. ഈ അപ്പം പുറത്ത് നടക്കട്ടെ. അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞു. പൗഡറൊക്കെ കഴുകിക്കളഞ്ഞ് സ്വന്തം രൂപം തിരിച്ചു പിടിക്കാം. മൊത്തം തന്നോളൂ. കാക്കേ, ഞാൻ ഇറങ്ങി. നീ വീട്ടിലേക്ക് പോക്കൂ. അല്ല, നമ്മുടെ എൻഡിങ് ചെയ്യുമ്പം ഇതുവരെ ഇറങ്ങിയിട്ടില്ലേ? ഓ, എന്റെ വയ്ക്കത്തപ്പാ. ഇപ്പൊ മനസ്സിലായി. എന്താണ് തേണ്ടി ആദ്യം പറയാത്തത്? ഇതെങ്ങാനും അമിന്നു മോളറിഞ്ഞാൽ അന്ന് തന്നെ ആ തറവാട്ടിൽ അടിച്ചു പുറത്താക്കും. അതോർത്ത് സാറ് വിഷമിക്കണ്ട, അവരിപ്പോഴും ഇറങ്ങൂല. അല്ല സാറേ, രണ്ടുപേരും ഈയിടെയായിട്ട് ഭയങ്കര ഡിസ്കഷനിലാണ്. എന്താ? അല്ല, ഡിസ്കസ് ചെയ്ത് നമ്മുടെ മിന്നു മേഡത്തിനെ ആദ്യം സാർ അടിച്ചിട്ട് പോകോ? മിന്നു മോളെ പറ്റി ഇനി ഒരു അക്ഷരം പറഞ്ഞാൽ അവൾ എന്റെ മോൻ രാഹുൽ കെട്ടാൻ പോണെന്നാ. മിന്നു, ഞാൻ പറയുന്നത് കേക്കണ്ട. ആദ്യയുടെ പുരാണം നീ കേക്കണം. എന്റെ വീട്, അച്ഛൻ, അമ്മ. ഞാൻ പറഞ്ഞല്ലോ, കൊറേയൊക്കെ എനിക്കറിയാം. നിനക്കറിയാത്ത പലതും ഉണ്ട്. ഇനി എന്തെങ്കിലും കാരണം പറഞ്ഞു ഒഴിഞ്ഞു മാറാനാണെങ്കിൽ അങ്ങനെ ആയിക്കോ. ആദ്യമായിട്ട് എനിക്ക് തിരിച്ചു തന്ന സന്തോഷങ്ങളും സ്വപ്നങ്ങളും തിരിച്ചെടുക്കാനാണെങ്കിൽ എനിക്കൊന്നും കേക്കണ്ട.